തൃശൂർ പാലിയേക്കരയിലെ വയോധികന്റെ കൊലപാതകത്തിൽ പ്രതി പിടിയിൽ. ധർമ്മപുരി പെൺനഗരം അഗ്രഹാരത്തിൽ ചിന്നപ്പെരുമാൾ പ്രഭാകരനാണ് പിടിയിലായത്. തലവണിക്കര സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെയാണ് മേൽപ്പാലത്തിന്റെ തൂണിൽ ചാരിയിരിക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ഇരുവരും ഒന്നിച്ച് മദ്യപിക്കുന്നതിനിടയിലുണ്ടായ വഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് സൂചന. കരിങ്കല്ലുകൊണ്ട് ഇടിച്ചാണ് പ്രഭാകരനെ കൊന്നത്. ആഴത്തിലുള്ള മുറിവിൽ നിന്നും രക്തം വാർന്നാണ് മരണം. വിശദാംശങ്ങളുമായി ടോം കുര്യാക്കോസ് ചേരുന്നുണ്ട്. ടോം, എന്തിനാണ് ഈ പ്രഭാകരനെ കൊലപ്പെടുത്തിയത്? നവമി, ചൊവ്വാഴ്ച രാവിലെയാണ് പാലിയേക്കര മേൽപ്പാലത്തിന്റെ തൂണിൽ ചാരിയിരിക്കുന്ന നിലയിൽ ചന്ദ്രന്റെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് നടത്തിയ ഊർജിതമായ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. കേസിലെ പ്രതിയായ തമിഴ്നാട് ധർമ്മപുരി സ്വദേശി ചിന്നപ്പെരുമാൾ പ്രഭാകരനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചന്ദ്രനും ഈ പ്രതിയായ ഈ പ്രഭാകരനും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഈ തർക്കത്തിനിടെ പ്രഭാകരൻ കരിങ്കല്ല് കൊണ്ട് ചന്ദ്രന്റെ തലക്കിടിക്കുകയായിരുന്നു. തലക്കേറ്റ ആഴത്തിലുള്ള മുറിവിൽ നിന്ന് കഠിനമായി, അതായത് വളരെ കൂടുതലായി ഈ രക്തം വാർന്നാണ് ചന്ദ്രൻ മരണപ്പെട്ടതെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ അറസ്റ്റിലായ പ്രഭാകരനെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. അതായത് ഈ കൊലപാതകത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ, കൂടുതൽ ആളുകൾ ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. കുറെ നാളുകളായി ഈ പാലിയേക്കര മേഖല കേന്ദ്രീകരിച്ച് അവർ മറ്റ് തൊഴിലെടുത്തൊക്കെ ജീവിക്കുന്നവരാണ്. രാത്രി സമയങ്ങളിൽ കടത്തിണ്ണുകളിലും ഈ പാലത്തിന് താഴെയൊക്കെയാണ് ഇവർ അന്തി ഉറങ്ങുന്നത്. അങ്ങനെയുള്ള ഒരു സൗഹൃദം, പരിചയം ഈ ചന്ദ്രനും ഈ കൊലയാളി പ്രതിയായിട്ടുള്ള പ്രഭാകരനും തമ്മിലുണ്ട്. പല ദിവസങ്ങളിൽ ഇവർ സംഘം ചേർന്ന് മദ്യപിക്കും, മദ്യപിശേഷം വഴക്കിടാറുണ്ട്. അതൊരു പതിവായിട്ടുള്ള രീതിയാണ്. അത് നാട്ടുകാർക്കും പലപ്പോഴും ഇത് വലിയ ശല്യമായിട്ടുണ്ട്. സാമൂഹിക വിരുദ്ധരാണ്. കാരണം പലപ്പോഴും ഈ മദ്യപിക്കുക, രാത്രി സമയങ്ങളിൽ മദ്യപിക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, നാട്ടുകാരെ അസഭ്യം പറയുക, അതൊരു പൊതുവായിട്ടുള്ള രീതിയായിരുന്നു. അങ്ങനെ പലപ്പോഴും ഇതിനു മുൻപും ഇവർക്കെതിരെ പരാതിയൊക്കെ നാട്ടുകാർ പോലീസിന് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസം, അതായത് തിങ്കളാഴ്ച രാത്രിയിൽ ഇരുവരും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നത്. ഈ ചന്ദ്രനും പ്രഭാകരനും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നു. അങ്ങനെ അത് വലിയ പ്രശ്നമുണ്ടാകുന്നു. ആ പ്രശ്നം ഒടുവിൽ കൊലപാതകത്തിൽ കലാശിക്കുക. ചെറിയൊരു വാക്കുതർക്കമാണ് കൊലപാതകത്തിലേക്ക് നീങ്ങിയതെന്നാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. ടോമി, പ്രഭാകരൻ ഒരു പൊതുശല്യമാണെന്ന് നേരത്തെ പോലീസിനടക്കം പരാതി നൽകിയിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കാത്തത്, അല്ലെങ്കിൽ ഇയാൾക്കെതിരെ ഒരു നടപടിയും എടുക്കാത്തത്, കേസ് എടുക്കാത്തത്? അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു ചന്ദ്രന്റെ കൊലപാതകത്തിലേക്ക് കലാശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളൊന്നും കടക്കില്ലായിരുന്നല്ലോ. കാരണം ഇതിനു മുൻപ് പലപ്പോഴും നമുക്കറിയാം, ഈ നാട്ടുകാരെ സംബന്ധിച്ച് ഇതുപോലെ ഈ രാത്രി സമയങ്ങളിൽ പൊതുസ്ഥലത്തിരുന്ന് മദ്യപിക്കുന്നതൊക്കെ പലപ്പോഴും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അവർ പോലീസ് പരാതിപ്പെട്ട് കഴിഞ്ഞാലും ഈ മദ്യപാനികൾക്കെതിരെയും ലഹരി സംഘങ്ങൾക്കെതിരെയും പോലീസ് പലപ്പോഴും നടപടി സ്വീകരിക്കാറില്ല. ഈ ആക്ഷേപം ഈ പാലിയേക്കരയിലുള്ള നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇതിനു മുൻപും ഇരുവരും തമ്മിൽ ഈ പ്രശ്നത്തെക്കുറിച്ച് പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസിന്റെ ഭാഗത്ത് യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ലെന്ന് പറയുന്നു. ഇങ്ങനെ സ്ഥിരമാണ്, അതായത് നാട്ടുകാർക്ക് പിന്നെ ഒരു സ്ഥിരമായി മാറി ഈ മദ്യപാനവും ഈ ബഹളവും അസഭ്യവർഷവും വാക്കുതർക്കവും ഒക്കെ വലിയൊരു സ്ഥിരം അവർ കാണുന്നൊരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ പക്ഷെ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം ഈ ഒരു വാക്കുതർക്കം നിസ്സാരമായിട്ടുള്ളൊരു വാക്കുതർക്കമാണ്. അത് പിന്നെ കൊലപാതകത്തിലേക്ക് നീങ്ങുകയായിരുന്നു. അതായത് മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ ചന്ദ്രൻ ഉറങ്ങുന്ന സമയം ഈ പ്രഭാകരൻ ഒരു കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ്, കരിങ്കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഇതുമായി ബന്ധപ്പെട്ട മൊഴിയും ഇയാൾ നൽകിയിട്ടുണ്ട്. തലക്കേറ്റ ആഴത്തിലുള്ള മുറിവിൽ നിന്ന് രക്തം വാർന്നാണ് ചന്ദ്രൻ മരിച്ചതെന്നാണ് പോലീസിന് അന്വേഷണത്തിലും കണ്ടെത്തി. തുടക്കത്തിൽ ഒരു വ്യക്തത വന്നിരുന്നില്ല. അതായത് ഇത് ഇയാളെ ഈ പാലിയേക്കര മേൽപ്പാലത്തിന്റെ തൂണിൽ ചാരിയിരിക്കുന്ന നിലയിലായിരുന്നു കണ്ടെത്തിയത്. പക്ഷേ ഈ രക്തം വാർന്ന നിലയിൽ കണ്ടെത്തിയത് കൊണ്ട് തന്നെ തുടക്കത്തില് അതൊരു കൊലപാതകമാണെന്ന് പോലീസ് സംശയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു അന്വേഷണം നീങ്ങിയത്. പക്ഷെ ആരാണ് കൊലപ്പെടുത്തിയത് സംബന്ധിച്ച ചില അവ്യക്തതകൾ ഉണ്ടായിരുന്നു. പക്ഷേ സ്ഥിരമായും ഈ പ്രദേശം കേന്ദ്രീകരിച്ച് ഇരിക്കുന്നവർ, അതായത് ഈ പ്രഭാകരൻ ഉൾപ്പെടെ നിരവധി ആളുകൾ ഈ മേൽപ്പാലത്തും പരിസര പ്രദേശങ്ങളിലുമായി തമ്പടിക്കുന്നുണ്ട്, അന്തി ഉറങ്ങുന്നവരുണ്ട്. അവരിലേക്ക് അന്വേഷണം നീങ്ങുന്നു. പിന്നീട് നിരവധി CCTVകൾ പരിശോധിക്കുന്നു. പ്രഭാകരൻ ഉൾപ്പെടെ നിരവധി പേരെ ചോദ്യം ചെയ്യുന്നു. പ്രഭാകരൻ കുറ്റം സമ്മതിക്കുന്നു. അങ്ങനെയാണ് ഇത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത്.
ശരി, ടോം കുര്യാക്കോസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. തൃശൂർ പാലിയക്കരയിലെ വയോധികന്റെ കൊലപാതകത്തിൽ പ്രതി പിടിയിലായിരിക്കുകയാണ്. ധർമ്മപുരി പെൺനഗരം അഗ്രഹാരത്തിൽ ചിന്ന പെരുമാൾ പ്രഭാകരനാണ് പിടിയിലായത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.